അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിസ്ഥിതി ദിനമല്ലേ, ജൂൺ 5. അപ്പോൾ നമ്മളിന്ന് എന്ന് വെച്ചാൽ ഒരു ഇഞ്ചി കൃഷി നടലാന്നേ. ഇഞ്ചി ഉണ്ടാ, ഇഞ്ചി തിളക്കാനായ പോലെയായി ചാക്കിലെന്നാ വെച്ചിട്ട്. അപ്പോൾ ഇത് തിളച്ചിട്ട് ഇങ്ങനെ കുറച്ച് അവിടെ ചാക്കിലിട്ട് വെച്ചാന്നേ. അപ്പോൾ മഴയെല്ലാം കൊണ്ടുപോകുമ്പോൾ ഇത് വലിയതായി മുളച്ചിട്ട്. അപ്പോൾ ഇതൊരു സ്ഥലം മാറ്റിയിട്ടേ കുറച്ച് നടാന്നുള്ള ഇതിലാണ് നിന്ന്. അപ്പോൾ കുട്ടികൾക്കും ഇന്ന് എന്തെങ്കിലും നട്ടിട്ടെല്ലാം കാണണ്ടേ. അപ്പോൾ ഞാനിതിങ്ങനെ ഇതാക്കി കൊടുക്കട്ടെ. നല്ല മണ്ണാന്ന് കേട്ടോ, ഇഞ്ചിക്കെല്ലാം പറ്റിയ മണ്ണാ ഇത്. ഒരു കിണറിലെ മണ്ണ് പോലത്തെ മണ്ണ് നമ്മൾ ഇറക്കിയിട്ട മണ്ണാണ്. ഇത് ഇഞ്ചിക്കൂടെ പറ്റുമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇവിടെ നടാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇഞ്ചി നടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പൊടിവളം മാത്രമല്ലേ ഇടുള്ളൂ, വേറെ ഒന്നും ഇടൂല, ചീഞ്ഞു പോവും. വലിയ ചാണകം വെക്കുള്ളൂ, തോന്നി ചാണകം വയ്യ. നടാഞ്ഞത് എനിക്ക് വേഗം കറി വെക്കാൻ ഒന്ന് വേഗം വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കൂടെ. അപ്പം ഈ വളത്തിലൊരു സാധനം കണ്ട, ഈ സാധനം ഉണ്ടെങ്കിൽ നല്ല വളാന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വളത്തിലുള്ള പുഴുവാന്ന്, ഞങ്ങൾ ചാടിക്കളയാം. അപ്പോൾ ഇതിങ്ങനെ എടുത്തോക്കട്ടെ. മണ്ണടക്കം വരുന്നത് കണ്ട, ഇതാണ് സംഭവം. എൻ്റെ മോനെ മഴയല്ലേ, ഇപ്പം ഇങ്ങനെ പൊട്ടിച്ച് നടാം. നടക്കട്ടെ. ബാബ എല്ലാരും നട്, ഓരോന്നോരോന്ന് നട്. നിക്കട്ട് ദൂരെ ദൂരെ നടാം കേട്ടാ. ഇതെല്ലാം ഇങ്ങനെ തന്നെ നിക്കട്ട്, ഇനി അങ്ങനെ നിന്നോട്ട്. നിങ്ങൾ നടുന്നുണ്ടാ? എന്നാ നട്. ഇതാ ഇതിന് മണ്ണിട്, ഇതിന് മേലെ മണ്ണിട്. ഇടുന്നു ഇതെല്ലാം ഇങ്ങനെ തട്ടി അങ്ങോട്ടാക്കി കൊടുക്കും. അങ്ങനെ തച്ചമർത്തണ്ട, അങ്ങനെ മതി. ഇത് നീ നട്ട് ഇത് കുറച്ച് ഇങ്ങനെ മണ്ണ് തട്ടി കൊടുക്കും. അങ്ങനെ മതിയേ. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോണ്ടല്ലോ അതിൻ്റെ ആ ഇഞ്ചി നമുക്ക് കറി വെക്കാൻ ഇങ്ങ് എടുക്കാം. മുളച്ചാടിയെല്ലാം ആയിട്ടാകുമ്പോൾ അതിൻ്റെ ഈ സാധനം നമുക്ക് ഇങ്ങ് എടുക്കാം. അതാടെ മണ്ണിലിങ്ങനെ കൊഴിഞ്ഞു പോയി. ഭയങ്കരം തന്നെ. എടുത്തു നോക്കട്ടെ. ഇത് ചെറുങ്ങനെ നട്ടാലും മതി, ഈ മണ്ണ് നല്ലതാണ്. ഒരിക്കലും അതുകൂടി ഇടാം, കുറേശ്ശെ നുള്ളിയിട്ട് വെച്ച് കൊടുക്കുക. ഈ മണ്ണാണ് നല്ല മണ്ണ്. ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കൂവ, ഇതെല്ലാം ഈ മണ്ണിൽ നല്ലോണം ഉണ്ടാവും. എന്താ ഇതിപ്പോൾ ഇതിൻ്റെ നാലുപുറത്തേക്കൂടെ കുറച്ചിങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് നല്ലൊരു ഇതാണ്. അത് കിണറിലെ മണ്ണാണ്, ആ മണ്ണാണ് ഏറ്റവും നല്ല. ചേമ്പെല്ലാം നല്ലോണം കീയും.
ഇതാടാ നട്ട് ആ മണ്ണ് ഇടുന്നുണ്ടാ ആ മണ്ണ് നുള്ളി ഇടും. ഓരോന്നിൻ്റെ തായിട് നടാൻ വൈകിട്ടാണ് കേട്ടാ, ഇന്ന് മുമ്പേ നടണ്ടായിരുന്നത്. ഞാൻ അടുത്ത വരി ആക്കണ്ടേ? ചവിട്ടിപ്പല്ലേ ഒരു വരിയും കൂടി ആക്കണ്ടേ? വേണം, ഒരു വരിയും കൂടെ വേണം. കുറച്ചും കൂടി ആക്കേ, കുറച്ചും കൂടി. ഇനി എൻ്റെ മുകളിൽ കൂടെ അങ്ങനെ തോലും ചാണകം എല്ലാം വെച്ച് കൊടുത്താൽ ഒരു വരിക്കും കൂടെ കറിയാക്കട്ടെ. അപ്പോൾ ഇനി പുതിയ കൃഷി തന്നെ ചാഞ്ഞു പറ നിങ്ങൾ നടുമ്പോൾ. ഇത് ഇനി ഒരു വരിക്കല്ലേ ഉണ്ടാവുള്ളൂ. നോക്കട്ടെ, ദൂരെ നടണം എന്നാലേ. അടക്കളയില്ലേ അതൊന്നിരിക്കും നല്ല പച്ചയായി അറിയാം. ഇനി അടത്തൊന്നൊന്നുമില്ല, ഇങ്ങനെ നിന്നോട്ട്. അടത്തിയാൽ പിന്നെ അതിന് ക്ഷീണം പിടിച്ചോണ്ട ഇങ്ങനെ നിൽക്കട്ട്. അതിന് മണ്ണിട്, ദൂരെ നിന്നോട്ട്. എന്നാൽ മതി മതി. മറ്റേ മണ്ണ് ഇടട്ടെ. കിണറ്റിലെ മണ്ണല്ലേ? മറ്റേ മണ്ണ് കേട്ടോ. ഇഞ്ചി, പച്ചമുളക് എല്ലാം നമ്മളെ വീട്ടിലുണ്ടായാലേ നമുക്ക് വേഗം കറി വെക്കാൻ നോക്കുമ്പോൾ വന്നിട്ട് എടുക്കുമല്ലേ കൊണ്ടു. അപ്പോൾ രണ്ട് വരിക്കുണ്ടായി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വിത്ത് വാങ്ങിയിട്ട് വേറെ നടണം. കുറച്ചും കൂടി വാങ്ങാനുണ്ട് വിത്ത്. നേരെ വെക്ക്. നമ്മളെ
ഇഞ്ചി കൃഷി പൂർത്തിയാക്കാൻ പോകുന്നു. ഇനി നടുക്കേക്കിടെ തോല് വെച്ച് കൊടുക്കണം, ചാണകവും വെച്ച് കൊടുക്കണം. ഒന്ന് അടിപൊളിയായി. ഇഞ്ചി അങ്ങനെ പന്നി തിന്നൂല കേട്ടാ, അതുകൊണ്ട് വേലിയൊന്നും വേണ്ട. ഇഞ്ചി മഞ്ഞൾ ഇത് രണ്ടും അങ്ങനെ തിന്നുന്ന കാണുന്നില്ലല്ലോ. മഞ്ഞ സാധനം അങ്ങനെ നിങ്ങൾ ഉരുട്ടി വെക്കണ്ടപ്പോ, പയ്യ ഞാൻ ഒരു കൂട്ടയിലെടുത്തോണ്ടിട്ട് കുടഞ്ഞു ഇട്ടോളൂ. അങ്ങനെ തൈക്കൊണ്ടില്ല അടിയില്ലേ, അടിയുണ്ട്. അപ്പോൾ നമ്മളെ ഇഞ്ചി നട്ട് കഴിഞ്ഞു. വെണ്ട മുളച്ച്, മണ്ണാണ് വെണ്ട മുളച്ച്. വെണ്ട തൈ നട്ടിട്ടേ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി മുളക് നടാനുണ്ട്. അപ്പോൾ എൻ്റെ ഇഞ്ചി നട്ട് കഴിഞ്ഞു കേട്ടാ. ഇതെന്ന് വെച്ചാൽ ഇതാണേ, നമ്മൾ വയലിൽ നെല്ലാക്കാൻ വേണ്ടിയിട്ട് വിത്തിട്ടതാണ്. അപ്പോൾ ഇത് പൊടിച്ച് വന്നിട്ടുണ്ട്. വയൽ നെല്ലാക്കാനായില്ല, കുറച്ചും കൂടി ദിവസം കഴിയണം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ചേമ്പ് കുറച്ച് വിത്ത് കിട്ടീന്. അപ്പോൾ കുറച്ച് ചേമ്പ് നട്ടയാന്ന്. അതിങ്ങനെ മുളച്ച് വരുന്നേ ഉള്ളൂ. അത് ഒരു കുറച്ച് പൊടിക്കിഴങ്ങ് എന്ന് പറയുന്നത്, നമ്മൾ പൊടിക്കിഴങ്ങ് എന്നാണ് പറയുക. നനക്കിഴങ്ങ് എന്തെല്ലോ പറയും ആൾക്കാർ, പക്ഷെ നമുക്ക് പൊടിക്കിഴങ്ങ് എന്നാണ് നമ്മൾ പറയുക. അത് കുറച്ചുണ്ടായിന്. അപ്പോൾ ഇനി പന്നി വരുന്നതിന് നല്ല സെറ്റപ്പായിട്ടുള്ള വേലി വെക്കണം. അപ്പോൾ നമ്മൾ കല്ല് പൊറുക്കി ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ടേ. ഇനി അതിൻ്റെ മുകളിൽ 2 വരിയും കൂടെ വെക്കണം, എന്നാൽ കടന്നതുള്ളൂല. അപ്പോൾ കുട്ടികളങ്ങനെ സ്കൂൾ വിട്ട് വരുന്നതാണ്. അപ്പോൾ അവൻ്റെ പശുവിനെ അങ്ങനെ മേയ്ക്കുന്നതാണ്. എൻ്റെ ഭർത്താവ് അവിടുന്ന് പശുവിനെ മേയ്ക്കുന്നുണ്ട്. ഒരു പശുവേ ഉള്ളൂ ഇപ്പോൾ, അപ്പോൾ അതിനെ മേയ്ക്കുന്നതാണ്. അപ്പോൾ ഇനി മുളക് തൈ കൊണ്ടുവച്ചിട്ടുണ്ട്, മുളക് തൈ നടണം. അത് നാളെ കൃഷിഭവനിൽ അവർ വരണമെന്നാണ് പറഞ്ഞത് നടാൻ. അപ്പോൾ അവർ തന്ന തയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യുക. അപ്പോൾ ഇനി കൃഷിയിലേക്കാണ്, ഓരോരോ കൃഷിയും ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.